യു ടേൺ എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ ഒരു 1000 തീരുമാനങ്ങൾക്കിടയ്ക്ക് ഒരു തീരുമാനത്തിൽ പിഴവ് സംഭവിച്ചാൽ അത് തിരുത്തുന്നതിനൊക്കെ വലിയ രീതിയിൽ ഞാൻ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ ഒരു 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 ചെളിവാരി എറിയലിന് തുല്യമാണ്. കഴിഞ്ഞ 10 വർഷം സംഭവിച്ചത് എന്താ? ഇപ്പോൾ നമ്മുടെ ചർച്ചകളിലിരുന്ന VPP മുസ്തഫയെ പോലെ അല്ലെങ്കിൽ മറ്റു പല CPM പ്രതിനിധികൾക്കും നേരത്തെ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയിരുന്നു എന്ന് അറിയുന്ന വരുന്ന അവസ്ഥയുണ്ടല്ലോ, വാദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബിനോയ് വിശ്വം പുറത്തു പറയുന്നുണ്ട്, MA ബേബി പറഞ്ഞു, അതുപോലെ തന്നെ തോമസ് ഐസക് പറയുന്നു ഉണ്ടല്ലോ. ഇത് ഇവരുടെ കാലത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊന്നും തെറ്റല്ല എന്ന് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ വാദം ഉന്നയിച്ചവരാണ്. എന്താണ് പ്രശ്നം? എന്താ മനസ്ഥിതിയിലായത്? കാരണം തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പരിശോധിക്കാനോ ആ തെറ്റ് തിരുത്താനോ തയ്യാറായില്ല. ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എവിടെയെങ്കിലും ഒരു പിശകുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി അത് പരിശോധിക്കുകയല്ലേ. അല്ലാണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ VK പ്രദീപിൻ്റെ നിയമനം ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത് പിൻവലിച്ചാൽ ഞങ്ങൾക്ക് വലിയ എന്തോ മാനക്കേടാവും എന്നുള്ളൊരു ദുരഭിമാനത്തിൻ്റെ പേരിൽ ഞങ്ങളെല്ലാം വന്നങ്ങ് ന്യായീകരിച്ചോ? ഇല്ല. ഞങ്ങളുടെ ആൾക്കാർ തന്നെ പറഞ്ഞു അവിടെ പരിശോധിക്കേണ്ടതുണ്ട്, പരിശോധിച്ചു. ആ പരിശോധിച്ചാൽ തെറ്റു വന്നാൽ തിരുത്തി. ഇല്ലേ? ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കുന്നതും പിക്ചർ പെർഫെക്റ്റ് ആവില്ലല്ലോ. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഇപ്പോൾ കേരളത്തിലേക്ക് ഏറ്റവും സുന്ദരമായൊരു ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിനകത്തിൻ്റെ പ്രപ്പോസൽസ് എല്ലാം എത്ര മനോഹരമായ ഈ കേരളത്തിൻ്റെ ഭാവി കേരളത്തെ സംബന്ധിച്ച് സ്വപ്നങ്ങളുള്ള വലിയ പ്രതീക്ഷകളുള്ള ബജറ്റാണ്. അതിനകത്ത് ഒരു വിഷയം മാത്രം എടുത്ത് ആ ബജറ്റ് മുഴുവൻ തെറ്റാണ് എന്ന് വാദിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. പ്രതിപക്ഷം മാത്രമാണോ പറഞ്ഞത് ശ്രീ രാജു പി നായർ? ഇതിൽ പ്രശ്നം നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്നും നിങ്ങളുടെ മുന്നണിക്കകത്ത് നിന്ന് തന്നെയാണ് എതിർ ശബ്ദങ്ങൾ വരുന്നത്. പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് ജോലിയില്ല. അല്ല സ്മൃതി, പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്തിനെതിരെ നിൽക്കുന്നവർ എന്നൊരർത്ഥം കൂടിയുണ്ട്. അത് ചിലപ്പോൾ പാർട്ടികളായിക്കോണമെന്നില്ല. ഒരു പക്ഷത്തിന് എതിരായിട്ട് നിൽക്കുന്നവരൊക്കെ പ്രതിപക്ഷമാണ്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. പ്രതിപക്ഷം എന്നുള്ളത് പാർട്ടിക്ക് മുന്നണിക്കകത്ത് പ്രതിപക്ഷം ഉണ്ട്, തീർച്ചയായും എല്ലാ സമയത്തും തുടരുന്ന പ്രതിപക്ഷം. അങ്ങനെ വ്യാഖ്യാനിക്കാമോ? നോക്കൂ പോസിറ്റീവായി കാണണം സ്മൃതി. സ്മൃതി 10 സെക്കൻഡ് ഞാൻ പറയാം. ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ഹർത്താലിനെതിരെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരാളാണ്, പ്രചരണം നടത്തിയിട്ടുള്ള ആളാണ്. എൻ്റെ പാർട്ടി ഹർത്താൽ വിളിച്ചപ്പോൾ ഞാൻ ആ ഹർത്താലിനെതിരായിട്ട് രംഗത്തിറങ്ങിയ ആളാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന നേതാവ് ഉൾപ്പെടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അയാൾക്ക് വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. അയാൾ അഭിപ്രായത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഹർത്താലിനെതിരാണെങ്കിൽ എൻ്റെ പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചാൽ അതിൽ വിയോജിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്നുള്ളത് എത്രമാത്രം മനോഹരമായ ജനാധിപത്യമാണ്. VPP മുസ്തഫയ്ക്ക് നാളെ ഹർത്താൽ നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റില്ല.